ഒമാൻ 55ാമത് ദേശീയ ദിനം ആഘോഷിക്കാനിരിക്കെ വളരെയധികം ആവേശത്തിലാണ് ഒമാനിലെ പ്രവാസികളും സ്വദേശികളും. ഞാനിപ്പോൾ നിൽക്കുന്നത് മസ്കത്തിലെ അൽഖുവൈറിലാണ്. നമ്മൾ നഗരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത് മിനിസ്ട്രി കെട്ടിടങ്ങളാവട്ടെ അല്ലെങ്കിൽ സ്വകാര്യ കെട്ടിടങ്ങളാവട്ടെ എല്ലാം ദേശീയ പതാകയിലെ നിറങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് നഗരങ്ങളിലേക്ക് ഇറങ്ങിയാൽ കാണാൻ സാധിക്കുക. അതുമാത്രമല്ല, ഒമാന്റെ ഉൾഗ്രാമങ്ങളിലും വളരെ വിപുലമായിട്ടാണ് ദേശീയ ദിനം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പതിവിലും മനോഹരമാണ് സുൽത്താനേറ്റിലെ തെരുവുകളും നഗരവീഥികളും. പ്രവാസികളും സ്വദേശികളും രാജ്യത്താകെ ആഘോഷത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ദേശീയ പതാകയിലെ നിറങ്ങൾ ഉൾപ്പെട്ട ദീപാലങ്കാരങ്ങൾ ഒമാന്റെ തലസ്ഥാന നഗരിക്ക് വർണ്ണപ്പകിട്ടേകുന്നുണ്ട്. ഉൾപ്രദേശങ്ങളിലെ കാഴ്ചകളും വ്യത്യസ്തമല്ല. ഒന്നിനൊന്ന് മികച്ച ആഘോഷ പരിപാടികളോടെ സുൽത്താനേറ്റിലെ ഓരോ പ്രദേശങ്ങളും രാഷ്ട്രത്തിന്റെ സന്തോഷ ദിനത്തിൽ പങ്കുചേരും. മുനിസിപ്പാലിറ്റി കെട്ടിടം, അൽഖുവൈറിലെ കൊടിമരം, റോയൽ ഒപ്പേര ഹൗസ് തുടങ്ങിയ തലസ്ഥാന നഗരിയിലെ സുപ്രധാന കേന്ദ്രങ്ങൾ മൂവർണ്ണ ശോഭയിൽ മിന്നിത്തിളങ്ങുകയാണ്. വിവിധ മന്ത്രാലയങ്ങളുടെ സമീപത്തും അവിടേക്കുള്ള റോഡുകളുടെ വശങ്ങളിലുമാണ് കൂടുതൽ അലങ്കരിച്ചിട്ടുള്ളത്. അവയുടെയെല്ലാം ആകാശ ദൃശ്യങ്ങൾ പറയും സുൽത്താനേറ്റിന്റെ വർണ്ണാഭമായ നഗരഭംഗി. എന്നാൽ അലങ്കാര വസ്തുക്കളിൽ ദേശീയ ചിഹ്നങ്ങളും മറ്റും അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നതിന് മന്ത്രാലയത്തിന്റെ വിലക്കുണ്ട്. ഇത്തരം വസ്തുക്കളുടെ വിൽപ്പനയ്ക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ വ്യത്യസ്തവും ആകർഷകവുമായ രീതിയിൽ അലങ്കരിച്ച് നിരത്തിൽ ഇറങ്ങുന്നവർക്കും റോയൽ ഒമാൻ പോലീസിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഗൾഫ് മാധ്യമം, മസ്കത്ത്.